ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. റഹ്മാനുറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ മഹത്വമുള്ള ഈ സദസ്സിൽ സാധുക്കളാകുന്ന നാം ഒരുമിച്ച് കൂടിയത് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദുആ ചെയ്യണം എന്ന് നിരവധി ആളുകൾ നമ്മോട് ആവശ്യപ്പെടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും ഒക്കെ മനസ്സിനകത്തുള്ള നല്ല മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ, ഈ വർഷം ഹജ്ജ് നിർവഹിച്ച എല്ലാവരുടെയും ഹജ്ജിനെ നീ സ്വീകരിക്കണം റഹ്മാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പൊറുത്തു തരണം റഹ്മാനെ. മഹാരഥന്മാരാകുന്ന മശായിഖുമാർ, ഉസ്താദുമാർ, നേതാക്കൾ ഈ പ്രദേശത്ത് സംസാരിക്കുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ആദരണീയരാകുന്ന പൊന്മള ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു എല്ലാവരുടെയും ഖറബിയായ ദറജ നീ ഉയർത്തണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഉസ്താദ് ബഷീർ ബാക്കവി അവറുകളെ, ബഹുമാനരായ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ വി കെ ഹാറൂൺ റഷീദ് മാസ്റ്റർ, നല്ലവരാകുന്ന ഈ പ്രദേശത്തുള്ള കാരണവന്മാരെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, മാന്യ ശ്രോതാക്കളെ, പൊന്മള എന്ന് പറയുന്ന ഈ പ്രദേശം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ വിശ്വാസമർപ്പിച്ച് കടന്നുപോയ ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളാകുന്ന നിരവധി ആളുകളുണ്ട്. ഒരു പ്രദേശമായി കണക്കാക്കാൻ പറ്റുന്ന വിശ്വാസികളിൽ വളരെ വലിയ ആത്മീയമായ ഒരു വികാരമായി നിലകൊള്ളുന്ന ഒരു പ്രദേശമായി ശൈഖുന തേന മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ശൈഖുന ചാപ്പനങ്ങാടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്,
അങ്ങനെ തുടങ്ങി ആത്മീയ രംഗത്ത് അറിയപ്പെട്ട പല മഹാരഥന്മാരും, എന്നല്ല ചരിത്രം പോലും നമുക്ക് കൃത്യമായി അറിയാത്ത ഒരുപാട് മഹാരഥന്മാർ ഈ പരിസര പ്രദേശങ്ങളിലായി അന്തിയുറങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ഓക്കെ ഉസ്താദിനെ പോലോത്ത, ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദിനെ പോലോത്ത സത്യസന്ധരായ ഒരുപാട് ആലിമീ ഈ ദേശത്തിന്റെ അഭിപ്രായം. ഈ ഒരു അടുത്ത കാലത്ത് അല്ലാഹുവിന്റെ ദീനിന് വരെ ചില ആളുകൾ ദുഷ്പേരുണ്ടാക്കിയതുപോലെ നിങ്ങളെ ഈ നാടിനും ദുഷ്പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് നമുക്ക് തുടക്കത്തിലെ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അതുകൊണ്ട് ഈ പ്രദേശത്ത് ഒരു സമ്മേളനം നടത്തുമ്പോൾ അല്ലാഹുവിന്റെ ദീന് ഒരു വികാരമായി, പരിശുദ്ധ ഇസ്ലാമിനെ ഒരു ആവേശമായി, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശഫാഅത്ത് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വിശ്വാസി സത്യസന്ധമായി ദീന് മനസ്സിലാക്കണം എന്നും ദീനിന്റെ വേഷം സ്വീകരിച്ചുകൊണ്ട് ബാത്തിലിന്റെ അഹ്ലുകാർ നമ്മെ പിഴപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മോചനം ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന ഈ സദസ്സ്. അതുകൊണ്ട് അനിവാര്യമായ ചില കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ നേർക്കുനേരെ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടണം എന്ന ഒരേ ചിന്തയോടെ നമുക്ക് ഇവിടെ പറയേണ്ടതുണ്ട്. ഇവിടെ ഈ ഒരു ആദർശ സമ്മേളനത്തിൽ ഉസ്താദ് മുസ്തഫ അഷ്റഫ് ആവശ്യമായ ചില ഭാഗങ്ങൾ ക്ലിപ്പിങ്ങിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്ന് വിഷയാവതരണം നടത്തുന്നതിന് മുമ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ള ഒരു വലിയ ഭാരമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാനാണെങ്കിൽ ഒരിക്കലും അതിന് ശക്തനല്ല, യോഗ്യനല്ല എന്ന് നിങ്ങളെപ്പോലെ എനിക്കും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങളാകുന്ന ആളുകളോട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഹദ്റത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതണം. അവരായിരിക്കട്ടെ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ, ആയിരക്കണക്കിന് സൂറത്തുൽ ഫാത്തിഹ നിന്റെ പരിശുദ്ധ ദീന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന മഹാനാകുന്ന ശൈഖുന ശംസുൽ ഉലമാഇ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ ഓതിയത് അല്ലാഹുവേ നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തെ ദറജയെ ഉയർത്തണം റഹ്മാനെ. അവിടുത്തെ ആത്മീയ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അവരിലൂടെ ഞങ്ങൾക്ക് നീ ഫത്ഹ് നൽകണം റഹ്മാനെ. അവരിലൂടെ ഞങ്ങൾക്ക് നസ്ർ നൽകണം റഹ്മാനെ. അവരിലൂടെ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. അവരാണ് ഈ സമ്മേളനം ഞങ്ങൾക്ക് തുടങ്ങി തന്നത് എന്ന് അല്ലാഹുവേ അഭിമാനത്തോടെ പറയാൻ തന്നെയാണ് ഞങ്ങളൊക്കെ അവരുടെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതിയത്. ആ ഫാത്തിഹയുടെ മഹത്വം കൊണ്ട് പടച്ചവനെ ഇതിന്റെ തുടക്കം ഒരു ബറക്കത്തുള്ള തുടക്കമാക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ, സ്വാഗത പ്രസംഗത്തിൽ ഈ ഒരു സമ്മേളനത്തിന്റെ ആവശ്യകത, ഇത്ര വലിയ തടിച്ചുകൂടിയ വലിയ ഒരു ജനസഞ്ചയം ഇവിടെ വരാനുള്ള ഈ ഒരു സമ്മേളനത്തിന്റെ അത്യാവശ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വേദന കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നമ്മിൽ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വേദനയാണ് ഇങ്ങനെ വികാരമായി കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
അത് എന്തിനായിരുന്നു മഹാനാകുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒരു മഹാന്മാരെ പേര് കേൾക്കുമ്പോഴും ആദരവ് കാണിക്കാതെ പോകരുത്. സദസ്സിൽ ഇരിക്കുന്നവരും ശബ്ദം കേൾക്കുന്ന ഭാഗത്തുള്ളവരും ഖുത്ബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇജാബത്തുള്ള ആ മഹാപണ്ഡിതൻ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ആ മഹാപണ്ഡിതൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഈ ഉമ്മത്തിനെ രൂപീകരിച്ചു തന്നത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാനാണ്. ന്യായങ്ങൾക്കൊപ്പം നിന്ന് ഭൗതികമായ യുക്തിവാദത്തിലൂടെ എന്റെ വാദമാണ് ഇവിടെ ശരിയെന്ന് സ്ഥാപിച്ചതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ലോകത്ത് ഇവിടെ യുക്തിവാദത്തിന് തുടക്കമിട്ടത് ആരെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തിന്റെ ശത്രു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അദുവുൽ ഇൻസാൻ, മനുഷ്യ സമൂഹത്തിന്റെ ശത്രു, മഹാനാകുന്ന സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ വിളിച്ചത് യാ അദുവൽ ഇൻസാൻ എന്നാണ്. ആ അദുവുൽ ഇൻസാനാകുന്ന പിശാച് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ന്യായം, അവന്റെ ബുദ്ധി, അവന്റെ യുക്തി എന്താണ് അവന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്? തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനല്ലേ മണ്ണുകൊണ്ട് പടക്കപ്പെട്ട ആദമിനേക്കാൾ ശറഫുള്ളവൻ. അതൊരു ന്യായമായിരുന്നു അവന്റേത്. അവന്റെ ബുദ്ധി അങ്ങനെയാണ് പറഞ്ഞത്, അവന്റെ യുക്തി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നല്ല, ആ യുക്തി കൊണ്ട് അവൻ ഇന്ന് ജഹന്നമിലേക്ക് ആളുകളെ കൊണ്ടുപോയി അവസാനം നരകയാതന അനുഭവിക്കേണ്ടവനാണ്. അവന്റെ സ്വഭാവമുള്ളവരുടെ ശരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല. നമുക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന ഭാഗത്ത് നിൽക്കാൻ കഴിയണം. ത്വാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന ഭാഗത്ത് നിൽക്കാൻ കഴിയണം. ഔസുൽ ആലം സയ്യിദി മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നിന്ന ഭാഗത്ത് മഹാനാകുന്ന സുൽത്താനുൽ ആരിഫീൻ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇന്ത്യ രാജ്യത്തിൽ അഷ്റഫുൽ ഖൽഖിൽ മുഹഖഖീൻ നിന്ന ഭാഗത്ത്, ശംസുൽ ഉലമാ തങ്ങൾ നിന്ന ഭാഗത്ത്, ഉസ്താദ് നിന്ന ഭാഗത്ത്, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ കാളമ്പാടി ഉസ്താദ് നിന്ന ഭാഗത്ത്, ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് നിന്ന ഭാഗത്ത്, ഫരീദ് ഉസ്താദ് നിന്ന ഭാഗത്ത് സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ ഇവിടെ സ്വീകരിച്ച ഒരു നിലപാടുണ്ടായിരുന്നു. ആ പരിശുദ്ധമായ നിലപാടിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇതെന്തിനാണ്? ഇതൊരു സംഘടനാ വിജയത്തിന് വേണ്ടി അല്ല. സംഘടനാ വിജയത്തിന് ഇതൊന്നും വേണം. ഒരു പാട്ടയിൽ കുറച്ച് പെയിന്റ് എടുത്തിട്ട് ഒരു ബ്രഷ് കയ്യിൽ പിടിച്ചിട്ട് എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളും അടിച്ചു കൊടുത്താലും സംഘടന നിലനിർത്താം. എല്ലാ ഭാഗത്തും വേണമെങ്കിൽ പതാകകൾ നിരത്തിയിട്ട് എല്ലാ ഭാഗത്തും വേണമെങ്കിൽ ബോർഡുകൾ സ്ഥാപിച്ച് ഇവിടെ സംഘടന നിലനിർത്താം. പക്ഷേ സംഘടന നിലനിർത്താൻ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലക്ഷ്യമിടുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യം ഈ ഉമ്മത്തിനോട് സമസ്തക്ക് പറയാനുള്ളത്, കടന്നുപോയ 9 പതിറ്റാണ്ടുകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിനോട് പറഞ്ഞിട്ടുള്ള ലക്ഷ്യം, വിശുദ്ധ ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ ഒരു ആയത്തുണ്ടല്ലോ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, സൂക്ഷിച്ചോ. ആ ഒരു ദിവസം രക്ഷപ്പെടാനായിരുന്നു. അതിനുവേണ്ടിയാണല്ലോ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ഈ ചിന്തയുള്ളവരെ ഈ സദസ്സിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചിന്തയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ.
ഞങ്ങൾ രക്ഷപ്പെടാൻ ഞങ്ങൾ ആവശ്യം തന്നെയാണ്. മാത്രമല്ല അസ്സലാമു അലൈനാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സലാമത്ത് ഞങ്ങൾക്ക് മാത്രമല്ല, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാർത്ഥതയില്ലാതെ ഞങ്ങൾ 4 ആളുകൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതി എന്നല്ല, എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ആഗ്രഹമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. ആ പരിശുദ്ധമായ ആഗ്രഹം വെച്ചുകൊണ്ടാണ് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഇതൊന്ന് ഒരുപാട് നടക്കും. ഈ സത്യസന്ധമായ ശബ്ദം അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞപ്പോ, അല്ലാഹു അക്ബർ ഉറക്കെ പറഞ്ഞപ്പോ, പരിശുദ്ധ ദീനിന്റെ ശബ്ദം കേട്ടപ്പോ കാത് പൊത്തിപ്പിടിച്ചവർ ആ കാലത്തുണ്ടായിരുന്നെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ സമ്മതിക്കുന്നതാണ്. അത് സംഭവിക്കാതിരിക്കില്ല. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കല്ല എന്ന് പറയുന്നവരുണ്ട്, ഇങ്ങോട്ടേക്ക് പോകല്ല എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് അത്തരം ചിന്തകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നിങ്ങൾക്ക് ഖാലിഖാകുന്ന അല്ലാഹു ഒരു നല്ല ബുദ്ധി തന്നിട്ടില്ലേ? ആ ബുദ്ധി വെച്ചുകൊണ്ട്, ആ ബുദ്ധി കൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കാൻ, സാധുവാകുന്ന ഞാൻ പറയുന്നത് നിങ്ങൾ അപ്പടി സ്വീകരിക്കണം എന്നല്ല, അല്ലാഹു നിങ്ങൾക്ക് തന്ന ബുദ്ധി കൊണ്ട് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളെ പടച്ച റബ്ബിനോട് നിങ്ങൾ ഖൈറിനെ തേടി, എന്നിട്ട് അല്ലാഹുവിനോട് അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്ഖാ, ഹഖ്ഖിനെ ഹഖ്ഖായി ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരണമെന്ന് ഒന്ന് മനസ്സ് തുറന്ന് റബ്ബിനോട് ദുആ ചെയ്യും. നിങ്ങൾക്ക് രക്ഷയുടെ വഴി കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഒരു പാർട്ടിയെ, ഒരു സംഘടനയെ, ഒരു വിഭാഗത്തെ ഇവിടെ പരിശുദ്ധവൽക്കരിക്കുന്നതിന് പകരം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലക്ഷ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ താവഴിയായി വന്ന മശായിഖുമാർ, മഹാദന്മാരാകുന്ന ഔലിയാ, അവരെ പിന്നിൽ നിന്ന് അവരെ കദമിന്റെ തഹത്തിലായി നാളെ പരലോകത്ത് രക്ഷപ്പെടണം എന്ന ചിന്തയുള്ളൂ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരൊറ്റ ചിന്തയോടെ എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന മുഅ്മിനീങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ ഉണർത്തുകയാണ്. 1926 ശ്രദ്ധിച്ചോ, എല്ലാവരും മനസ്സിലാക്കിക്കോ. ഞാൻ ഇങ്ങനെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു ദർസായി നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇതൊരു പഠന ക്ലാസ്സായി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ലോകത്തിന്റെ പല ഭാഗത്തും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എത്രയോ വിദേശത്തുള്ള ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഈ ദർസിൽ പങ്കാളികളായി SKSSFന്റെ ക്ലാസ് റൂമിലൂടെ അവരും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കച്ചവടത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ സേവനത്തിൽ, അവരുടെ മനസ്സിൽ അല്ലാഹു ബറക്കത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരുടെ സദസ്സിലുള്ളവരോട്, ഇത് കേൾക്കുന്ന ഭാഗത്തുള്ളവരോട്, എല്ലാവരോടുമായി എനിക്ക് ഉണർത്താനുള്ളത്, ഇത് ഞാൻ ഇത്ര ലളിതമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ഈമാൻ ഇവിടെ സംരക്ഷിക്കാനാണ്. വേറെ ഒരു ദുരുദ്ദേശവും ഇതിന്റെ ഭാഗമായി ഇല്ല. എല്ലാവരും മനസ്സിലാക്കിക്കോ. 1926 മഹാനാകുന്ന സമാനിന്റെ കുതുബ് ശ്രദ്ധിക്കണം. കുതുബുസ്സമാൻ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാനലവി മുല്ലക്കോയ തങ്ങൾ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വ്യവസ്ഥാപിതമായ ഒരു രീതിയെ, ആദർശ സംവിധാനത്തെ സംഘടനാ പാർട്ടിയിലെ സാധാരണക്കാരാകുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാ 1926 എന്നുള്ള ഈ ഒരു പ്രയാണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ നേതാക്കന്മാർ ധാരാളമായി നമ്മുടെ ഈ സദസ്സിലേക്ക് വരുന്നു. ആദർശരംഗത്ത് ഇന്ന് കേരളത്തിലെ ആവേശമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് MT അബൂബക്കർ ദാരിമി, അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ അഷ്റഫി, അവരൊക്കെ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ സമ്മേളനം പ്രൗഢമാണ്. ഈ സമ്മേളനം പ്രൗഢമാണ്. ഇത് അർത്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു വികാരമാണ്. ഈ ഒരു സമ്മേളനം ദീനിനോട് താല്പര്യമില്ലാത്ത ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സമ്മേളനം ആശങ്കയോടെ, അല്പം ഭയത്തോടെ കാണേണ്ടതുള്ളത്. അല്ലാഹു അവരിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പറയുന്നത് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംവിധാനം വരക്കൽ തങ്ങൾ ഉണ്ടാക്കി തന്നു. കഥ നിങ്ങൾക്കറിയാമല്ലോ.
സാഹചര്യങ്ങളിലോ വിപുലീകരിക്കാൻ ഇന്നത്തെ ദിവസം ഞാനിവിടെ സമയം കളയുന്നില്ല. അതേ സമയത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാൻ ഒരാളും മറന്നു പോകില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമാണ് ഏത് സമയത്തും സമസ്തയുടെ ഓരോ മജ്ലിസിന്റെയും ബറക്കത്ത്. ഇത് വെച്ചുകൊണ്ട് നിങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ദീൻ, സ്വഹാബത്ത് സ്വീകരിച്ച ദീൻ, താബിഈകൾ, അത്ബാഇകൾ, മദ്ഹബിന്റെ പണ്ഡിതന്മാർ, മശായിഖുമാർ, സലഫ് സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ എല്ലാവരും സ്വീകരിച്ച ദീൻ, ആ ദീനിൽ ഒരു മാറ്റത്തിനും വിധേയമാക്കാൻ പാടില്ല എന്ന ഒരു നിബന്ധനയോടെ ഈ മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ ഈ ആദർശബോധത്തെ കൃത്യമായി ബോധ്യപ്പെടുത്താനായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. വ്യക്തമായി പറഞ്ഞാൽ മുജാഹിദ് പോലത്തെ, ജമാഅത്തെ ഇസ്ലാമി പോലത്തെ, തബ്ലീഗ് ജമാഅത്ത് പോലത്തെ ഒരുപാട് ബിദ്അഈ സംഘങ്ങൾ, അവരൊക്കെ സത്യം പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിന് എതിരാണ്. അതിലൊന്നൊരു തർക്കമില്ല. ഞാൻ എന്റെ നല്ലവരാകുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ ഒരു മിനിറ്റ് ഇങ്ങോട്ടേക്കൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ബിദ്അത്തിൽ ഏതെങ്കിലും ഒരു ബിദ്അത്തിൽ പെട്ടുപോയാൽ നാളെ പരലോകത്ത് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിനെ ഒരു തവണ പോലും കൊതിക്കാൻ കഴിയാത്തവരല്ലേ ബിദ്അത്തുകാർ. ആ നബി തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കാൻ കഴിയാത്തവർ, ആ നബിയുടെ താല്പര്യമില്ലാത്തവർ, ഔലിയാഇന്റെ മഹത്വം പറയാൻ ഇഷ്ടമില്ലാത്തവർ എന്നല്ല സ്വാലിഹീങ്ങളെ വഴിയിൽ നിൽക്കാൻ തയ്യാറില്ലാത്തവരാണ് ബിദ്അത്തിന്റെ ആളുകൾ. മനസ്സിനകത്ത് അഹ്ലുൽ ബിദ്അഇനോട്, ബിദ്അഈ കക്ഷികളോട് വല്ലാത്ത വെറുപ്പ്, അത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമാണ്. ഒരിക്കലും ബിദ്അത്തുമായി മനസ്സിനകത്തൊരു സ്നേഹം വരാൻ പാടില്ല. പിന്നെയോ വ്യക്തിപരമായി ഇവിടെ ധാരാളം ബന്ധങ്ങൾ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളോടുണ്ടാകും, ഹിന്ദുക്കളോടുണ്ടാകും, അതുപോലെ നിങ്ങൾക്ക് മുജാഹിദുകളോടുണ്ടാവാം, ജമാഅത്തുകാരനോടുണ്ടാവാം, അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയോടുണ്ടാകും, കോൺഗ്രസുകാരനോടുണ്ടാകും, മുസ്ലിം ലീഗുകാരനോടുണ്ടാകും, ജനതാ പാർട്ടിക്കാരനോടുണ്ടാകും, ഒരു മതമില്ലാത്തവനോടുണ്ടാകും. അതൊക്കെ ഒരു മാനുഷിക ബന്ധമായി കണ്ടാൽ മതി. ആദർശപരമായി നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആദർശം അത് സുന്നത്ത് ജമാഅത്ത് മാത്രം. അല്ലാത്തൊക്കെ മനസ്സിൽ നമുക്ക് വെറുപ്പ് തന്നെയാണ്. ഇത് ഒരാളും തന്നെ ഒരു കാലഘട്ടത്തിലും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കേണ്ടതാണ്. ആ ഒരു ആദർശത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 26 നിന്ന് 2013 9 പതിറ്റാണ്ടു കാലഘട്ടത്തിലെ പ്രയാണം. ഈ പ്രയാണത്തിൽ സമസ്തയെ നിങ്ങൾ പഠിക്കേണ്ടത് ഏതെങ്കിലും ഒരു നിലപാടുകൊണ്ട്, സമസ്തയുടെ പ്രവർത്തനം കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് ഇസ്സത്തല്ലാതെ എന്തെങ്കിലും ഒരു മോശമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ അഷ്റഫി ചില ആളുകളെ പരിചയപ്പെടുത്തി തരുമ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമാകും. ഇവിടെ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടനയെ പരിശുദ്ധവൽക്കരിക്കൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്നാലും ചിന്തിക്കരുത്. സമസ്ത ഒരു സംഘടന രൂപീകരിച്ചു എന്നേ ഉള്ളൂ. അതിനു മുമ്പ് നിലനിൽക്കുന്ന മഖ്ദൂം തങ്ങളുടെ ആദർശം, മമ്പുറത്തെ തങ്ങളുടെ ആദർശം, വെളിയങ്കോട് കാതിരുപ്പാപ്പാന്റെ ആദർശം, സ്വാലിഹീങ്ങളെ അതേ ആദർശം സമസ്ത പറയുന്നു. അത് പറയാൻ ഒരു വേദി ഉണ്ടാക്കി എന്ന് മാത്രം. എന്നാൽ പിൽക്കാലത്ത് സംഘടനകളായി രൂപപ്പെട്ടു വന്ന ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ, മുജാഹിദ് പരിശോധിച്ചോ, ജമാഅത്തുകാരനെ പരിശോധിച്ചോ, വേഷം പാവപ്പെട്ട ആളുകളെ സ്വീകരിക്കാനും ആകർഷിക്കാനും പറ്റുന്ന തരത്തിലേക്ക് കൊണ്ടുപോയ തബ്ലീഗ് ജമാഅത്തിനെ പരിശോധിച്ചോ, സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മൗലവിയും ഈ നാട്ടിലുള്ള അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന ആള് അടക്കമുള്ള ആളുകൾ ഇന്ന് പ്രവർത്തിക്കുന്ന സംഘടന നിങ്ങൾ പരിചയപ്പെട്ടോ. അല്ലാഹുവിന്റെ ദീനിനെ ലോകത്തിനു മുമ്പിൽ എത്ര മോശമായിട്ടാണ് അവരൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്, എത്ര മോശമായിട്ടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം 9 പതിറ്റാണ്ടു കാലഘട്ടത്തിലെ പ്രവർത്തനം നിങ്ങൾ പരിശോധിക്കും. എവിടെയെങ്കിലും പരിശുദ്ധ ദീനിന്റെ ഇസ്സത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാട്, ഒരു വാക്ക് പോലും സമസ്തയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്.
ഈ പരിശുദ്ധമായ നയത്തിലും നിലപാടിലും മഹാന്മാരാകുന്ന സമസ്തയുടെ പൂർവ്വകാല ഉലമാഇനെ പിന്തുടർന്ന് എല്ലാ കാലത്തും ഇവിടെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്തയോടെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരാകുന്ന ആളുകളിൽ നിന്ന് ഈ ആത്മീയമായ ചിന്ത, ഔലിയാഇനെ ആദരിക്കുന്ന ഒരു അവസ്ഥ, ഉലമാഇനെ അംഗീകരിക്കുന്ന വലിയ ഒരു സാഹചര്യം, ഇത് ഒഴിവാക്കാനുള്ള പ്രവർത്തനം മുജാഹിദുകൾ നടത്തിയിട്ടുണ്ട്, ജമാഅത്തുകാർ നടത്തിയിട്ടുണ്ട്, തബ്ലീഗുകാർ നടത്തിയിട്ടുണ്ട്, വ്യാജന്മാരായി കടന്നു വന്ന പല ആളുകളും അത് നടത്തിയിട്ടുണ്ട്. ത്വരീഖത്തിന്റെ പേരിൽ വരെ വന്ന ആളുകൾ ഉലമായിൽ നിന്ന് ജനങ്ങളെ അടർത്തിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതേ സമയത്ത് അവർക്കൊന്നും നടത്താൻ കഴിയാത്ത ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊടുക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഏജന്റായി പ്രവർത്തിക്കാൻ കേരളക്കരയിൽ AP വിഭാഗം എന്ന ഒരു വിഭാഗം ഏകദേശം ഒരു 10-25 കൊല്ലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സാധാരണക്കാർ മനസ്സിലാക്കാതെ പോകരുത്. അവരോട് ആരോടും വ്യക്തിപരമായ ഒരു വിരോധം നമുക്ക് ഇല്ല എന്നത് അത് നിങ്ങൾക്കും അറിയാം. ഞങ്ങൾ ഇനി അത് വീണ്ടും തുറന്നു പറയാനും തയ്യാറാണ്. പക്ഷേ അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾ പഠിക്കണം. പലപ്പോഴും അവരുടെ ശൈലി, അവരുടെ വേഷം, അവരുടെ ചില സ്വഭാവങ്ങൾ ബാഹ്യമായി കാണുമ്പോൾ അവരെ നിങ്ങൾ ആത്മീയ നേതാക്കളായി കാണാറില്ലേ? ഇപ്പൊ ഈ നാട്ടിൽ തന്നെ AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകുമല്ലോ, എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. പൊന്മള എന്ന പേരിൽ ഇന്ന് നിങ്ങൾ പറയുന്ന അബ്ദുൽ ഖാദർ എന്ന പേര് അദ്ദേഹത്തിന്റെ പേരിൽ പറയാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഔസുല്ലാദും തങ്ങൾക്കുള്ള പേര് എങ്ങനെ ഇയാൾക്ക് പറയാൻ പറ്റും? ഒരൊറ്റ സ്വാലിഹീങ്ങളോടും താല്പര്യമില്ലാത്തൊരു മനുഷ്യൻ, എല്ലാ മഹാന്മാരെയും തള്ളിക്കളയാൻ വേണ്ടി, എല്ലാ മശായിഖുമാരെയും ചീത്ത പറയാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു കുരുത്തമില്ലാത്തൊരു മനുഷ്യൻ ഊസുല്ലാദമിന്റെ പേര് പറയാൻ പറ്റും? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇനി പൊന്മള മൗലവി എന്ന് പറയാം. എന്നാലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുമല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചോ? അല്ലാഹുവിന്റെ ദീനിനോട് എത്ര വലിയ താല്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. സത്യം തുറന്നു പറയാൻ തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനും ഈ ഉമ്മത്ത് തയ്യാറാ. അതേ സമയത്ത് ഒരിക്കൽ പോലും അദ്ദേഹം സത്യം പറഞ്ഞിട്ടുണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തുടക്കം മുതൽ അതിൽ നേതൃത്വം നൽകിയ ഔലിയാക്കളെ നിങ്ങൾക്ക് പരിചയമില്ലേ? ഇത് പൊന്മളയിലെ ജനങ്ങൾ തന്നെയാ മനസ്സിലാക്കേണ്ടത്. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നിങ്ങൾ പറ, 1993 സെപ്റ്റംബർ മാസം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനാകുന്ന റഈസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാതീദ് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒരു ഘട്ടത്തിൽ പോലും, ഒരു ദുർബല സാഹചര്യത്തിൽ പോലും, കറാഹത്ത് പോലും സംഭവിക്കാത്ത പരിശുദ്ധ ജീവിതം നയിച്ച മഹാനാകുന്ന കണ്ണിയത്തെന്ന വലിയ അല്ലാഹുവിന്റെ ഔലിയായിൽപ്പെട്ടൊരു മഹാൻ. അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള നേതൃത്വത്തെ ഈ പൊന്മള മൗലവി അടക്കമുള്ള AP അബൂബക്കർ മൗലവി അടക്കമുള്ള ആളുകൾ എതിർത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ പഠിക്കണം. ഇതൊരു സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമാണോ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട KV ഉസ്താദും KT ഉസ്താദും KK ഉസ്താദ് അടക്കമുള്ള ഈ സ്വാലിഹീങ്ങളാകുന്ന ആളുകളും പൊന്മളയും തമ്മിലുള്ള പ്രശ്നം എന്താ? സിമന്റ് ഫാക്ടറി ആയിരുന്നു പ്രശ്നം? അതായിരുന്നോ പ്രശ്നം? മെഡിക്കൽ കോളേജ് ആയിരുന്നോ പ്രശ്നം? ഏതെങ്കിലും ഒരു ബിസിനസ് ഇടപാട്, ഒരു ഭൂമി കച്ചവടമായിരുന്നോ? ഒരു വാഹനം വാങ്ങുന്ന വിഷയത്തിലായിരുന്നോ? എന്തെങ്കിലും ഭൗതികമായ തർക്കങ്ങളായിരുന്നോ? അല്ല. പിന്നെ എന്തായിരുന്നു? AP-യുടെ വാദമനുസരിച്ച്, ഉള്ളാൾ തങ്ങളുടെ വാദമനുസരിച്ച്, പൊന്മള മൗലവിയുടെ വാദമനുസരിച്ച്, ആ വിഭാഗത്തിന്റെ വാദമനുസരിച്ച് അവർ ഹക്കിന്റെ ആളുകളും മറുഭാഗത്തുള്ളവർ പഴച്ചു പോയവർ. മറുഭാഗം എന്ന് പറഞ്ഞാൽ ഞാനല്ല, ഞാനന്ന് നിങ്ങളെ കൂടെയാ. ഞാനല്ലല്ലോ മറുഭാഗം. മറുഭാഗത്ത് കണ്ണിയത്ത് ഉസ്താദായിരുന്നു, ശംസുൽ ഉലമായി തങ്ങളായിരുന്നു, KK ഉസ്താദായിരുന്നു, KV ഉസ്താദായിരുന്നു, CH ഉസ്താദായിരുന്നു, ഇബ്നു കുത്തുബി ഉസ്താദായിരുന്നു, കൊയ്യോട് ഉസ്താദായിരുന്നു, കാളമ്പാടി ഉസ്താദായിരുന്നു.
ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഈ മഹല്ലത്തിന്റെ മഹാനാകുന്ന ഖാദിയായിരുന്ന ശിഹാബ് തങ്ങൾ, ഇവരൊക്കെയായിരുന്നു മറുഭാഗത്ത്. അവരൊക്കെ ബാത്തിലിന്റെ ആളുകൾ, അവരൊക്കെ പിഴച്ചുപോയവർ എന്നല്ലേ ഇവർ വാദിച്ചത്? ഇങ്ങനെ വാദിച്ച ഒരാൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂലേ? എന്റെ മുഅ്മിനീങ്ങളെ ചിന്തിക്കും. നമുക്ക് വേറെ തർക്കത്തിലേക്കൊന്നും പോകണ്ട. ഔലിയായിനെ ആക്ഷേപിക്കുന്നത് ഒരു മധുരമായി സ്വീകരിച്ച വിദഴി കക്ഷികൾ, AP വിഭാഗത്തിന്റെ കൂടെ ഈ അടുത്ത ദിവസം വരെ ബഹുമാനപ്പെട്ട MT ഉസ്താദ് ഇവിടെയുണ്ടല്ലോ, അഷ്റഫി ഉസ്താദ് ഇവിടെയുണ്ടല്ലോ, അവരൊക്കെ സുന്നത്തു ജമാഅത്തിന്റെ ആദർശം ഔലിയായിൽ നിന്ന്, മശായിഹുമാരിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്ന് അതുപോലെ സ്വീകരിച്ചത് പ്രകാരം പറയുമ്പോ ഇതിനെ ആക്ഷേപിക്കാൻ വേണ്ടി AP വിഭാഗത്തിനു വേണ്ടി സംവാദം നടത്താനും മുഖാമുഖം നടത്താനും വ്യവസ്ഥ എഴുതാനും മധ്യസ്ഥത വഹിക്കാനും ഒക്കെ തയ്യാറായി വന്നിരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നു, അഷ്റഫി നിങ്ങൾ പറഞ്ഞതുപോലെ, MT ഉസ്താദ് നിങ്ങൾ പറഞ്ഞതുപോലെ പൊന്മളക്കാരന് മുമ്പേ ദൈവബന്ധി ആശയമുണ്ടായിരുന്നു. ദൈവബന്ധി ആശയം എന്ന് പറഞ്ഞാൽ ഏതാശയം? ബിദഈ ആശയം. ഔലിയായിനെ കണ്ടുകൂടാത്ത, മശായിഹുമാരെ കണ്ടുകൂടാത്ത, സ്വാലിഹീങ്ങളെ കണ്ടുകൂടാത്ത, അതു തന്നെയല്ലേ സമസ്ത ഇവിടെ രൂപീകരിച്ചത്? ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ബിദ്അത്തുകാർക്ക് എതിരായിട്ടല്ലേ? അതുകൊണ്ട് മശായിഹുമാരെ അംഗീകരിക്കുന്നവർ, ഔലിയാക്കളെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ സമസ്തയെ അംഗീകരിക്കാൻ കഴിയൂ. സമസ്തക്ക് ഒപ്പം നിൽക്കുകയാണെങ്കിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഘട്ടം വന്നാൽ അവർ സമസ്തയെ എതിർക്കും, അഥവാ അവർ ബിദഈ ചേരിയിലേക്ക് അവർ നീങ്ങേണ്ടി വരും. അതല്ലേ സംഭവിച്ചത്? ആ സംഭവിച്ചതിന്റെ പ്രകടമായ ഉദാഹരണമാണ് കണ്ണിയത്ത് ഉസ്താദിനെ പഴച്ചു എന്ന് പറയുന്നത്. ചിലതൊക്കെ സ്റ്റേജിൽ വെച്ച് പറയുമ്പോ, മൈക്ക് വെച്ച് പറയുമ്പോ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് അധിക വായനക്ക് സ്വകാര്യമായി അവരുമായി ബന്ധപ്പെട്ടാൽ മതി എന്ന് ഞാൻ ഉണർത്തുകയാണ്. കണ്ണിയത്ത് ഉസ്താദ് പഴച്ചു എന്ന് പൊന്മള പറയുമ്പോ ശ്രദ്ധിച്ചോ, കണ്ണിയത്ത് ഉസ്താദിനെ മാറ്റിവെക്ക, അയാൾ വേണ്ടാണ്. പിന്നെയോ ശംസുൽ ഉലമ, അതും വേണ്ടാണ്. ഈ രണ്ട് മശായിഹുമാരെ, ഈ രണ്ട് ഔലിയാക്കളെ മാറ്റിവെച്ചിട്ട് പിന്നെ ഇയാളെ കൊണ്ടെടുക്കുന്നത് ആരെയാണ്? അതാ നിങ്ങൾ കാണേണ്ടത്. പിന്നെ ഇദ്ദേഹം കൊണ്ടു നടക്കുന്ന AP ആണ്. ആരാണ് AP? പൊന്മള ഇന്ന് രാത്രി എന്നൊന്ന് ഫോണിൽ വിളിച്ചാൽ പൊന്മളക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം ആരാണ് AP എന്ന്. പൊന്മളക്കറിയാം, പൊന്മളയുടെ മരുമകനറിയാം. ഇത്ര ഞാൻ പറഞ്ഞത് SSFന്റെ കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയും നിങ്ങളെ മരുമകനെയും AP-യെയും ബന്ധപ്പെടുത്തി ഹസൻ സക്കാഫ് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഇത് കേട്ട ഈ സമയം മുതൽ പൊന്മളക്കും വിയർക്കും, മരുമകനും വിയർക്കും. നിനക്കറിയാം, അങ്ങനത്തെ ഒരു AP, ആ AP-യെ ഷെയ്ഖായിട്ട് കൊണ്ടു നടക്കുക, കമറുൽ ഉലമയായി, അല്ലെ, സുൽത്താനുൽ ഉലമയായി, എന്തൊക്കെ ഉലമയായിട്ടാണ് നിങ്ങൾ പറഞ്ഞെടുക്കുന്നത്? നിങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തിയതല്ല പ്രശ്നം. ഹക്കിന്റെ അഹ്ലുകാരെ മാറ്റിവെച്ചിട്ട് പിന്നെ സ്വീകരിക്കാൻ പറ്റുന്ന അത് ആരാണ്? ഒരു ഇമാമിൽ നിന്ന് മുഫാറക്കത്തിന് നിയ്യത്ത് വെച്ച് അദ്ദേഹത്തെ ഒഴിവാക്കി. ആരെ? കണ്ണിയത്ത് ഉസ്താദിനെ. എന്നിട്ട് അതിനേക്കാൾ മെച്ചം എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വീകരിക്കുന്നത് AP അല്ലേ? AP ആരാണ് എന്ന് പൊന്മളക്കറിയാം. AP ആരാണ് എന്ന് AP വിഭാഗത്തിലെ പല നേതാക്കൾക്കും അറിയാം. സ്വകാര്യമായി അവർ തന്നെ ഉയർന്ന് സംസാരിക്കുമ്പോ, AP-യുടെ സ്വകാര്യതകൾ അവർ സംസാരിക്കുമ്പോ, ഈ മനുഷ്യൻ നമുക്ക് നാണക്കേടാണെന്ന് പൊന്മള നിങ്ങൾ പറയാറില്ലേ? അങ്ങനെ ഒരു ദിവസം മർക്കസിൽ ഫത്വ കമ്മിറ്റി യോഗം നടക്കുന്നതിന് മുമ്പ് ചായ കുടിക്കാൻ കാന്തപുരത്തിന്റെ വീട്ടിലേക്ക് പൊന്മള നിങ്ങൾ പോയില്ലേ? അന്ന് എടായിപ്പാലത്തുള്ള ഹുസൈനാറ്റക്കോയ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം കൂടെ പോന്നിട്ടില്ലേ? ഈ സുലൈമാ മുസ്ലിയാർ നിങ്ങളെ കൂടെ പോന്നിട്ടില്ലേ? വൈലത്തൂര് ബാബു മുസ്ലിയാർ നിങ്ങളെ കൂടെ പോന്നിട്ടില്ലേ? ഇവരൊക്കെ പോകുന്നതിന് മുമ്പ്, ഓ പൊന്മള, നിങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യനാകുന്ന അലവി സക്കാഫിയും ഞാനും ചുള്ളിക്കോട് സക്കാഫിയും അടക്കമുള്ള ഒരു സംഘം നിങ്ങൾ പറയാൻ പോകുന്ന വിഷയം AP-യോട് അടച്ചിട്ട റൂമിൽ പറയാൻ ഞങ്ങൾ പോയിട്ടില്ലേ? നമുക്കറിയുന്ന യാഥാർത്ഥ്യങ്ങൾ സ്റ്റേജിൽ വെച്ച് പറയാൻ പറ്റില്ലല്ലോ. അത് നിങ്ങൾക്കും നമുക്കും എന്നല്ല, അത് ജനങ്ങൾക്കും കേൾക്കാൻ താല്പര്യമില്ലാത്തതാണ്. ഇന്ത്യ രാജ്യത്താണെങ്കിലോ പെർമിഷനും ഇല്ലാത്തതാണത്.
അറിയോ? ഈ ജാതി ഒരു മനുഷ്യനെ പിന്നെ ഇമാമാക്കുന്ന ഒരാൾ, ഈ ഒരാളെ പൊന്മളയിലെ മനുഷ്യന്മാർക്ക് എങ്ങനെ ഒരു ആലിമായി കാണാൻ കഴിയും? അറബി വായിച്ച് അർത്ഥം വെക്കുന്ന ഒരാളെ നിങ്ങൾ ആലിമി എന്ന് പറയുമെങ്കിൽ നിങ്ങൾ ഇബ്ലീസിനെ ആലിമാക്കിക്കൊള്ളൂ. അവനെന്താ അറബി തിരിയൂലേ? മൂസാ നബിയോട് സംസാരിച്ചത്, മറ്റുള്ള മുസ്തഫ നബി തങ്ങളോട് സംസാരിച്ചത്, പല ആളുകളുമായി ഇബ്ലീസ് സംസാരിച്ചത് എന്നല്ലോ. അവന് തിരിയൂല എന്ന് പറയണ്ട. പിന്നെ അവനുള്ള കുറവെന്താ? നിങ്ങൾക്കുള്ള അതേ കുറവ് ഇബ്ലീസിനുണ്ട്, അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കുള്ള അതേ കുറവ് സ്വീകരിക്കുന്നത് മഹാന്മാരെ അല്ല, മശായിഖുമാരെ ഇബ്ലീസിനെ തീരെ ഇടുന്നത് അവനിട്ടല്ലോ. എന്താ അവന്റെ പണി? കുറച്ചും കൂടി എടുത്തു കൊടുക്കുന്ന ആളാ നിങ്ങൾ എന്നുള്ളത് കൊണ്ടാ ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ഒരാൾ ഇങ്ങനെ കാപ്പറ്റ്യവുമായി നടക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ പേരിൽ താഴ് വെച്ച് തലപ്പാവ് വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് മുഹീസുന്ന എന്ന സുന്നത്തിനെ ഹയാത്താക്കുന്ന ചങ്ങാതി പറയുന്നത് മുഹീസുന്ന. ഒരിക്കൽ ഓക്കെ ഉസ്താദിന്റെ അടുത്തേക്ക് AP ഞാനും ഒന്നിച്ചു പോകുന്ന വഴിയിലാണ് ഇവിടെ തറക്കല്ലിടാൻ ഇറങ്ങിയത്. ഞാൻ ഇന്നും വരുന്ന സമയത്ത് നോക്കി ആ കല്ല് എന്തായി. ഇല്ല, ഇവരെ മുടിയെ വളരുള്ളൂ, കല്ല് വളരുകയെന്ന് എനിക്ക് മനസ്സിലായി. പൊന്മള വന്നപ്പോ ഇൻഷാ അല്ലാഹ് മുടി വളരുമില്ലെന്ന് അഷ്റഫി ഉസ്താദ് കാട്ടിത്തരും. എത്ര കൊല്ലായി ഇവിടെ ഒരു കുത്തുബ് ഖാനക്ക് വേണ്ടി ഈ പാടത്ത് ആ ഭാഗത്തിപ്പോ ബ്രിക്സാണ് കാണുന്നത്. അതിന്റെ സമീപത്തൊരു തറക്കല്ലിടൽ കർമ്മൊക്കെ നടത്തിയിരുന്നു. എന്നിട്ട് ഇത്ര ചാക്ക് സിമന്റ്, ഇന്ന ഹജര്, മറ്റേ ആൾ ഇത്ര കമ്പി, ഇത്ര ആൾ ഇത്ര കല്ല് എന്നൊക്കെ പറഞ്ഞ ആ കല്ലോടെ കമ്പിയോടെ സിമന്റോടെ എന്നൊന്നും ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നില്ല. അത് മുഹീസുന്ന സുന്നത്തിനെ ഹയാത്താക്കാനായിരുന്നു ഇവരന്ന് കല്ലിട്ടത്. എന്നിട്ട് എന്തേ സുന്നത്തുണ്ടാക്കി? എന്ത് സുന്നത്താ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത്? നിങ്ങൾ ഉണ്ടാക്കിയ ഓരോ സുന്നത്തും. പൊന്മള എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടത്തിൽ ഒരു മുഫ്തിയാണ്. അവർ ഇമാം ഷാഫിഈ തങ്ങളെ പറയുന്ന പോലെയാ പൊന്മളയെ പറയാറുള്ളത്. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇന്ന് വരെ ബാത്തിലായ ഒരു ഫത്വ ലോകത്ത് കൊടുത്തിട്ടില്ല. പൊന്മളയ്ക്ക് പറയാൻ കഴിയോ? പൊന്മളയുടെ ഷാഫിഈ മദ്ഹബ്, പൊന്മളയുടെ ഓരോ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചതനുസരിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ ഓരോ മസലകൾ നിങ്ങൾ അറിയിച്ചു നോക്ക്. മുജാഹിദുകളോട്, ജമാഅത്തെ ഇസ്ലാമിയോട്, ബിദ്അത്തിന്റെ ആളുകളോട്, ഫാസിഖീങ്ങളോട് ബന്ധം പാടില്ല എന്നുള്ളത് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് പാഠപുസ്തകം ഇന്നും പഠിപ്പിക്കുന്നതാ. മുബ്തദിഈങ്ങളോട്, ഫാസിഖീങ്ങളോട് ബന്ധം പാടില്ല. അത് ഉലമാഇന്റെ തീരുമാനമാണ്, അത് അഇമ്മത്തിന്റെ തീരുമാനമാണ്, അത് പരിശുദ്ധ ദീനിന്റെ നിയമം തന്നെയാണ്. യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. പക്ഷെ ഇത് സ്ഥാപിക്കാൻ ഇയാൾ ചെയ്ത പണി എന്താ അറിയും? ഇയാൾ ചെയ്ത പണി എന്താ? തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ട ബഹുമാനപ്പെട്ട സ്വഹാബികൾ 3 പേര് ആ യുദ്ധത്തിൽ പിന്തിപ്പോയി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പിന്തിയ 3 ആളുടെയും നന്മയ്ക്ക് വേണ്ടി, അങ്ങനെയാണ് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നത്, അവരുടെ 3 ആളുടെയും നന്മയ്ക്ക് വേണ്ടി അവരോട് പിണങ്ങി നിൽക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. സ്വഹാബത്തിൽപ്പെട്ട 3 ആളുകൾ, അവർ സ്വഹാബികളാണ്. അസ്വഹാബി കന്നുജൂം, നക്ഷത്രതുല്യരാകുന്ന സ്വഹാബികൾ, അവർക്കാർക്കും പഴച്ചിട്ടില്ല. ദീന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വഹാബത്തിലൂടെ ചെയ്യുന്ന ഓരോ ഹിക്മത്തുകളുണ്ട്. ആ കൂട്ടത്തിൽ 3 സ്വഹാബികൾ തബൂക്ക് യുദ്ധത്തിൽ പിന്തിയവരാണ്. അവർ പിന്തി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ തന്നെ അവരോട് മിണ്ടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് ദീനിൽ ഖൈറായിരുന്നു, പിണങ്ങി നിൽക്കുന്നവർക്ക് ഖൈറായിരുന്നു, പിണങ്ങപ്പെടുന്ന 3 പേർക്ക് ഖൈറായിരുന്നു. അതിന്റെ പേരിലാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് മഹാനാകുന്ന ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. എന്നാൽ ഇത് വെച്ചിട്ട് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സ്വഹാബത്തിൽ ഫിസ്ഖ് വന്നു എന്നാണോ നിന്റെ ആശയം? സ്വഹാബത്തിൽ ബിദ്അത്ത് വന്നു എന്നാണോ നിന്റെ ആശയം? അല്ലാതെ എങ്ങനെ ഈ അകറ്റാണ് എന്ന് നീ എഴുതി വെക്കുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഇല്ലാത്തത് ഉണ്ടാക്കിയ
എല്ലാ ബിദ്ഈ കക്ഷിയുടെയും സ്വഭാവമാണ് ഇദ്ദേഹത്തിൽ നിന്നും നമുക്ക് ബോധ്യമായി വന്നിട്ടുള്ളത്. അങ്ങനത്തെ ആളുകളെ ഏതു തരത്തിലാണ് മുഅ്മിനീങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുക? ഞാൻ സുദീർഘമായി പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനാണ്. ഇങ്ങനത്തെ പഴച്ച കുറെ വാദങ്ങളും ആവശ്യമില്ലാത്ത കുറെ വാദങ്ങളും ഉണ്ടാക്കി സാധാരണക്കാരന്റെ മുമ്പിൽ ഈമാൻ നശിപ്പിക്കാൻ, അവരെ അമലുകൾ ബാത്തിലാക്കി കളയാൻ, മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള വളരെ വലിയ കുൽസിതമായ ശ്രമം ഇദ്ദേഹം നടത്തുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദുനിയാവല്ലാതെ വേറെ എന്താണ്? ഈ നാട്ടുകാര് പറ കണ്ണിയത്തുസ്താദിനെ മാറ്റിവെച്ചതിന്റെ പേരിൽ പൊന്മള ഒരു സ്വലാത്തെങ്കിലും അധികം ചൊല്ലിന്ന് നാട്ടുകാർക്ക് വരാൻ കഴിയോ? ശംസുൽ ഉലമ എന്ന് പറഞ്ഞ സാക്കിറായി ജീവിച്ച ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാകുന്ന ശംസുൽ ഉലമ തങ്ങളെ എതിർത്തുകൊണ്ട് പുതിയ ഒരു പ്രസ്ഥാനത്തിന്റെ രൂപം കൊടുക്കാനും നേതൃത്വം നൽകാനും പൊന്മള വന്നതിന്റെ പേരിൽ പൊന്മള സാക്കിറായിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട നിരവധി സ്വാലിഹീങ്ങളെ ആക്ഷേപിച്ചതിന്റെ പേരിൽ പൊന്മളക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? നാട്ടുകാർക്ക് മുഴുവനും പറയാൻ കഴിയും, സമ്പത്ത് കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? ദുനിയാവ് കിട്ടിയെന്ന് പറയാൻ കഴിയും. പിന്നെ ഈ തർത്തിന്റെ ഈ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ലല്ലോ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ സ്വഭാവം തന്നെയാ നിങ്ങളിൽ തബുക്കിലേക്ക് വരുമ്പോ, ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട കുട്ടി വരുമ്പോ ആലമാകുന്ന ശംസുൽ ഉലമാ എന്ന ദറജയിൽ കിടക്കുന്ന ശംസുൽ ഉലമാ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ശിഷ്യനാകുന്ന ഒരാളാണെങ്കിലും സയ്യിദാണല്ലോ എന്ന ആദരവോടെ ശംസുൽ ഉലമയുടെ ഇൽമിന്റെ ആഴവും പരപ്പും നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടില്ല. ആ പരിശുദ്ധ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നവർ അല്ലാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നവരാണ് എന്ന് 986 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഉള്ളാൾ തങ്ങൾ തന്നെ പ്രസംഗിച്ചിരുന്നു. അത്രയും വലിയ ആരിഫാണ്, അത്രയും വലിയ മഹാനാണ് ശംസുൽ ഉലമാ തങ്ങൾ എന്ന് ഉള്ളാൾ തങ്ങൾക്കും അറിയാം. അവിടുത്തെ ഇൽമ് ഉള്ളാൾ തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അവിടുത്തെ അദബ് ഉള്ളാൾ തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പാവം എപിയുടെ കെണിയിൽ ഒന്ന് കുടുങ്ങിപ്പോയി. അങ്ങനെയാണല്ലോ, ആരും പെട്ടുപോയാൽ അങ്ങനെയാണ് സംഭവിക്കുക. എപിയുടെ ഒരു കെണിയിൽ സുബ്ഹാനല്ലാഹ് ഉള്ളാൾ തങ്ങളും അങ്ങ് പെട്ടുപോയി. എന്നിട്ട് കണ്ണിയത്തുസ്താദിനും ശംസുൽ ഉലമക്കും എതിരിൽ, പാണക്കാട് സാദാത്തുക്കൾക്കെതിരിൽ ഒരു പുതിയ പ്രസ്ഥാനവുമായി ഇദ്ദേഹം രംഗത്തേക്ക് വന്നപ്പോ അതിന് മുമ്പിൽ ഉള്ളാൾ തങ്ങൾ റഈസായി പ്രസിഡന്റായി ഇരുന്നു കൊടുത്തിട്ട് അദ്ദേഹം അങ്ങനെ ഓരോന്നിങ്ങനെ സ്റ്റേജിൽ വിളിച്ചു പറയാൻ തുടങ്ങി. അക്കൂട്ടത്തില് ഓതിത്തന്നൊക്കെ തിരിച്ചെടുത്തതാ എന്ന് പറഞ്ഞു. ശംസുൽ ഉലമാ തങ്ങളോട് തിരിച്ചെടുക്കാൻ പറഞ്ഞു. ശൈഖുനെ തിരിച്ചെടുത്തു എന്ന് പറയേണ്ട ആവശ്യമൊന്നും ശൈഖുനാക്കില്ല, എന്നാൽ തന്നെ തിരിച്ചെടുക്കപ്പെടും എന്നുള്ള കാര്യം നമുക്കറിയാം. ശൈഖുന ഒരു വാക്ക് പറഞ്ഞു, ഉള്ളതൊക്കെ തിരിച്ചെടുത്താൽ ഉള്ളു ഹാളായി പോകുമല്ലോ എന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പൊ ശ്രദ്ധിക്കും, ഞാൻ പൊന്മളക്കാരോട് തന്നെയാ പറയുന്നത്. ആ ഉള്ളാൾ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഒന്ന് പൊന്മളയിൽ ഒരു സ്റ്റേജിൽ നിങ്ങൾ കൊണ്ടുവരുമോ? ഞങ്ങൾ ചോദിക്കുക, കൊണ്ടുവരുമോ? അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ?
ഞങ്ങൾക്കത് പറയാൻ ലജ്ജയുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് വന്ന ഗതികേട് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ പോയി കാണാൻ പോലും പറ്റുന്നില്ല, ആളുകളെ അടുപ്പിക്കുന്നില്ല. എന്തേ സംഭവിച്ചു? മഹാനാകുന്ന ശംസുൽ ഉലമായി തങ്ങളോട് കളിച്ചാൽ, സ്വാലിഹീങ്ങളോട് കളിച്ചാൽ, ആരിഫീങ്ങളോട് കളിച്ചാൽ ശംസുൽ ഉലമായി തങ്ങൾ ആ ദറജയിൽ എത്തിയത് നിങ്ങളെപ്പോലെ അഹങ്കാരം ഉണ്ടായതുകൊണ്ടോ അറബി വായിച്ച് അർത്ഥം വെച്ചതുകൊണ്ടോ കുറച്ച് മസലകൾ കാണാതെ പഠിച്ചിട്ട് വലിയ തഹഖീഖുള്ള ആളാണ് എന്ന് വരുത്തിയത് കൊണ്ടോ അല്ല. മശായിഖുമാരുമായുള്ള ബന്ധമായിരുന്നു, ഔലിയാക്കളോടുള്ള ബന്ധമായിരുന്നു. ഒരു മഹാന്റെ മക്ബറയിലേക്ക് ശംസുൽ ഉലമായി തങ്ങൾ പോകുമ്പോ 1 കിലോമീറ്റർ ഇപ്പുറത്ത് വാഹനം ഇറങ്ങിയിട്ട് നടന്നു പോകണം. ശൈഖുന നടന്നു പോകും. അത് നമ്മളും അങ്ങനെ തന്നെയാണ്. നടന്നു പോകേണ്ട വഴി നമ്മൾ നടന്നല്ലേ പോവുക. ശൈഖുന നടന്നു പോകുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന പോലല്ല, ചെരുപ്പ് ഊരി വെച്ചിട്ടാണ് നടന്നു പോവുക. ആ മഹാന്റെ ഹദ്റത്തിലേക്ക് നടന്നു പോകുമ്പോ ചെരുപ്പിടുന്നത് വരെ അതുപകേടായി കണ്ട ശംസുൽ ഉലമായി തങ്ങൾ. അങ്ങനെ അതുപോലെ ജീവിച്ച ശൈഖുനാക്ക് ആദർശമില്ല എന്ന് എഴുതാനും, ശംസുൽ ഉലമായി തങ്ങൾക്ക് ആദർശത്തിൽ പിഴവ് പറ്റി ബിദ്അത്തുകാരനായിപ്പോയി, മുബ്തദീങ്ങൾക്കനുസരിച്ച് വാദങ്ങൾ സ്ഥാപിക്കുന്ന ആളായിപ്പോയി, അതുപോലെ രാഷ്ട്രീയപ്പാർട്ടിയുടെ വാലാട്ടിയായിപ്പോയി, ആദർശം നഷ്ടപ്പെട്ടവരായിപ്പോയി, എന്തൊക്കെ പ്രചരണം നടത്തിയിട്ടാണ് ഒരു പുതിയ സംഘടന ഇവരുണ്ടാക്കിയത്. അതിന്റെ ഗതികേട് ഇപ്പോൾ ഓരോരുത്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയോ, പൊന്മളയിൽ ദർസ് നടത്തിയിരുന്ന ഒരാള്, ഈ പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന ഒരാള് ആരാണ്? മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദിനെ 1-ാം പ്രതിയായി, ശംസുൽ ഉലമായി തങ്ങളെ 2-ാം പ്രതിയായിട്ട് കോടതിയിൽ കേസ് കൊടുക്കണം. അപ്പൊ എപിക്ക് കുറച്ചൊക്കെ അറിയാലോ വിഷയം. എപി പറഞ്ഞു കേസ് കൊടുക്കണം, അത് ശരിയാണ്, പക്ഷെ എന്റെ പേരിൽ ഞാൻ കൊടുക്കൂല. ഓരോ ആൾക്കാരും ഓരോ ആൾക്കാരും ഇങ്ങനെ ഒഴിഞ്ഞു, ഞാൻ കൊടുക്കൂല. അപ്പൊ ഈ കാക്ക സാധു ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ചാടിപ്പോകും. ഈ പൊന്മള പള്ളി ദർശനത്തിൽ TC മുഹമ്മദ് മുസ്ലിയാർ അല്ലേ ദർശനത്തിലായിരുന്നു. അദ്ദേഹമല്ലേ ശംസുൽ ഉലമ 1-ാം പ്രതിയാണ്, കണ്ണിയത്ത് ഉസ്താദ് 1-ാം പ്രതിയാണ്, ശംസുൽ ഉലമ 2-ാം പ്രതിയാണ് എന്ന പേരിൽ കേസ് കൊടുത്ത ആൾ അദ്ദേഹമല്ലേ? എന്ത് സംഭവിച്ചു? ആ കൂടെ പോയി ചോദിക്കും, അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ചോദിക്കും. അദ്ദേഹം മരിച്ചത് എവിടെ വെച്ചാ മരിച്ചത് എന്ന് ആ നാട്ടുകാരോട് നിങ്ങൾ പോയി ചോദിക്കും. ഞങ്ങൾക്കതിലൊക്കെ വേദനയാവുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങൾ അതങ്ങനെ പരത്തി പറയാത്തത്. ഒരാളെ ആഖിബത്ത് മോശമാകുന്നത് ഞങ്ങൾക്ക് സന്തോഷം അല്ല, ഞങ്ങൾക്ക് വേദനയാ. അല്ലാഹു എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തീർക്കുമാറാവട്ടെ. എന്താ ഒരാൾ ആഖിറം പരാജയപ്പെട്ട് നമുക്ക് കിട്ടാനുള്ളത്? ഒരാൾ പരലോകത്ത് കഷ്ടപ്പെട്ട് നമുക്കെന്താ കിട്ടാനുള്ളത്? അതുകൊണ്ട് ആവുന്നത്ര എല്ലാവരും APEK വ്യത്യാസമില്ലാതെ ഏതു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും പരലോകത്ത് രക്ഷപ്പെടാൻ നമ്മുടെ ആവശ്യമല്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതന്നെ നമുക്ക് വേണ്ടത്. പക്ഷെ ആ ചിന്തയിൽ ജീവിക്കുമ്പോൾ ഒരു അദബ് പാലിക്കണം. അത് മഹാന്മാരോടുള്ള അദബാണ്. ആ അദബ് കാണിക്കാൻ കഴിയാതെ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അടങ്ങിയ വലിയ വലിയ മഹാരഥന്മാരാകുന്ന ആളുകളെ വരെ പരസ്യമായി ചോദ്യം ചെയ്തു. എത്രയോ സ്വാലിഹീങ്ങളാകുന്ന മശായിഖുമാരെ ഇൽമിലും അമലിലും ഇബാദത്തിലും മാത്രം കഴിഞ്ഞുകൂടുന്ന എത്രയോ മഹാന്മാരാകുന്ന ആളുകളെ ഇവരൊക്കെ ആക്ഷേപിച്ചു. ഈ ആക്ഷേപമൊക്കെ നടത്തിയെന്നല്ലാതെ എനിക്ക് വലിയ ഒരു അത്ഭുതം തോന്നിയിരുന്നു 2-3 ആഴ്ച മുമ്പ്. ശ്രദ്ധിക്ക്, 2-3 ആഴ്ച മുമ്പ് AP ഒരു മുടി കൊണ്ടുവന്നു. ഞാൻ മുടിയിലേക്ക് വരുന്നേയില്ല, അതൊക്കെ ഇൻഷാ അല്ലാഹ് അഷ്റഫ് ഉസ്താദ് പറയും. AP ഒരു മുടി കൊണ്ടുവന്നു. ആ മുടി നബിയുടേതല്ലാന്ന് APക്കറിയാം, പൊന്മളക്കറിയാം, എമ്മക്കറിയാം, ചിത്താരിക്കറിയാം, എല്ലാ മനുഷ്യന്മാർക്കും അവരെ കൂട്ടത്തിൽപ്പെട്ടവർക്കൊക്കെ അറിയാം അത് മുടിയല്ലാന്ന്. പൊന്മള അടക്കമുള്ള ഇവരൊക്കെ പറഞ്ഞത് മൂപ്പര് കൊടുന്നതല്ലേ, അതിപ്പോ നമ്മൾ കൂടുതൽ ആലോചിക്കണ്ടല്ലോ. ആ തരത്തിൽ അവർക്കൊക്കെ അത് മുടിയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹർ മുബാറക്കല്ല എന്നറിയാം. എന്നിട്ട് പരസ്യമായി APയും മകനും മരുമകനും പിന്നെ 1-2 പ്രഭാഷകന്മാരാകുന്ന ആളുകളും ഇവര് മാത്രം ഇത് ഷഹർ മുബാറക്കാണ്, അതിന് സനതുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടന്നപ്പോഴും ഇവരൊന്നൊരൊറ്റ കുട്ടി മിണ്ടിയില്ല.
സംഗതി യഥാർത്ഥം എന്താണെന്ന് അവർ തന്നെ സ്വകാര്യമേ അന്ന് നമുക്ക് വിവരം തന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്നേ വേദിയിൽ പറയുന്നതിന് എന്താ ഇവരും ഉണ്ടാത്തത് ചോദിച്ചിരുന്നു. അവസാനം ഇവരെ കൂട്ടത്തിൽ തന്നെ കുറെ ക്ലിപ്പുകളൊക്കെ പുറത്തു ചാടി. പൊന്മള അടക്കമുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ എപിക്ക് എതിരാണ് എന്നൊക്കെ ചാനലുകളൊക്കെ പുറത്തുവിട്ടു, കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ സത്യമാണ് പറയുന്ന മക്കളെ, എങ്ങനെയാണിത് സംഭവിച്ചത്? പൊന്മള എന്ന് പറയുന്ന ആള് എപി കൊണ്ടുവന്ന മുടിക്ക് എതിരാണ് എന്നപ്പോ ചാനലൊക്കെ പറയുന്നത്. സംഗതി നബിയുടേതല്ലാന്ന് പൊന്മളക്കറിയാം. പക്ഷേ ഈ പൊന്മള എതിരാവാൻ ഒരിക്കലും വഴിയില്ല. കാരണം അയാൾ ഒരു കാലത്തും ബാത്തിലിന് എതിര് നിൽക്കുന്ന ആളല്ലല്ലോ. അയാൾ ബാത്തിലിന് എതിര് നിൽക്കുന്ന ആളല്ലല്ലോ. ഞാൻ സത്യമായി ആലോചിച്ചതാണ്. എപിയുടെ കയ്യിലുള്ള മുടി നബിയുടേത് അല്ല എന്ന് പൊന്മള എങ്ങനെ തുറന്നു പറയും? എപിയുടെ കയ്യിൽ ഉള്ളത് നബിയുടേതാണെങ്കിൽ പൊന്മള എതിർക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും എതിർക്കാൻ സാധ്യതയില്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ പൂനൂര് പോയി പ്രസംഗിക്കുന്നത്. മർക്കസിലെ മുടി, ആ മുടിയിട്ട വെള്ളം ഞാൻ എന്റെ ഉമ്മാക്ക് സക്കറാത്തുകാരിൽ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ കാര്യം മനസ്സിലായി ഇദ്ദേഹം എവിടെ എന്നുള്ളത്. നമ്മൾ നേരത്തെ ഇയാളെ കുറിച്ച് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. മുമ്പേ ഞാൻ പറയണ്ടേ, കോട്ടപ്പടിന്റെയും അതുപോലെ ഒതുക്കുകളുടെ അടിയിൽ ഇബ്ലീസ് വരാറില്ല. ഇയാളുണ്ട്, പിന്നെന്താ ഇബ്ലീസ് ഇവിടെ വരുന്നത്? വരൂല. ആ പേടിക്കണ്ട. കാരണം ഇബ്ലീസ് ചെയ്യുന്ന എല്ലാ പണിയും ബാത്തിലിന് അനുകൂലിക്കുക എന്നത്, ഹക്കിനെ എതിർക്കുക എന്നത്, സ്വാലിഹീങ്ങളെ തള്ളിപ്പറയുക എന്നത്, ഫത്വയിൽ തിരിമറി നടത്തുക എന്നുള്ളത് മദ്ഹബിൽ ഇല്ല. ആ തരത്തിലാണ് ഇദ്ദേഹമുള്ളത്. ഞങ്ങളിത് പറയുമ്പോ ഞങ്ങളെ വ്യക്തിപരമായി നിങ്ങൾ ആക്ഷേപിച്ചത് കൊണ്ട് ഈ നാട്ടുകാർക്ക് കാര്യങ്ങൾ തിരിയില്ല. ഈ നാട്ടുകാർക്ക് ചിലതൊക്കെ അറിയേണ്ടതുണ്ട്. എപി അബൂബക്കർ മൗലവിയെ കുറിച്ച് നിങ്ങൾ ലേഖനം എഴുതിയിട്ട് ഫത്വ ഇറക്കിയിട്ട് അവരൊക്കെ പഴച്ചു എന്ന് പറഞ്ഞിട്ട് ഇവനാണല്ലോ നരകത്തും സ്വർഗത്തുകാർക്ക് അവരൊക്കെ ഓരോ നല്ല മനുഷ്യന്മാർ. ഇമാമത്ത് നിർത്താൻ പറ്റുന്ന ആളാരാ? നിങ്ങൾക്കറിയോ കോട്ടപ്പടിയില് ആ സ്റ്റേഡിയത്തിന് മുമ്പിൽ ഒരു പള്ളിയുണ്ട്, അറിയോ? കോട്ടപ്പടി സ്റ്റേഡിയത്തിന് മുമ്പിൽ പള്ളിയുണ്ട്, എപി പള്ളി. ആ പള്ളിക്ക് തറക്കല്ലിട്ടന്ന് മുതൽ അതിന്റെ പണിയെടുപ്പിക്കുന്ന സമയം മുതൽ അതിന്റെ ഉദ്ഘാടന ആചാര്യ സമയത്തൊക്കെ ഞാനും മൂപ്പരും അവിടെ ഒന്നിച്ചുള്ളത്. മൂപ്പര് അവിടെ ആയില്ല, ഹോട്ടലിന്റെ അടുത്ത് അതിന്റെ പേരിലാണ്. അത് ഞാനതിൽ പെട്ടുള്ളൂ, മൂപ്പരയിൽ പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ ആ പള്ളി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ജുമുഅന്റെ സമയമായപ്പോ സുബ്ഹാനല്ലാഹ് എപിയോട് വന്നു. മിഹ്റാബിന്റെ നേരെ ബാക്കിൽ എപി ഇരിക്കുന്നു. എപിനോട് നേരെ ചേർന്ന് ഞാനിരിക്കുന്നു. എന്നോട് നേരെ ചേർന്ന് പൊന്മള ഇരിക്കാം. ഞങ്ങൾ മൂന്നാള് ഈ ഇരുത്താണ്. സാധു ഞാൻ നടുവ് പെട്ടുപോയി. വലത്തെ ഭാഗത്ത് എപിയും ഇടത്തെ ഭാഗത്ത് പൊന്മളയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് കുത്തുബോധിക്കോട്ടെ. പൊന്മളോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഉസ്താദ് കുത്തുബോധിക്കോട്ടെ എന്ന്. ആ പൊന്മള പറഞ്ഞു, ഉണ്ടല്ലേ, വേണമെങ്കിൽ നിസ്കരിച്ചോട്ടെ, കുത്തുബ മൂപ്പരെ കൊണ്ട് ഓദിപ്പിക്കണ്ട. അപ്പൊ അതെന്തേന്ന് വെച്ചു ഞാൻ പിന്നെ പറയാം. അതെ, ഇവർക്കൊക്കെ അറിയാം ഇതൊരു കാക്കയാണ്, ഇതൊരു കുഞ്ഞപ്പോള്, നമ്മൾ വെറുതെ കൊണ്ടിറക്കാണ്. ഇവർക്കൊക്കെ അറിയാം, ഉള്ളിന്റെ ഉള്ളിൽ അവർക്കിത് അറിയാം. അതൊന്നും പറ്റിയ ആളല്ലാന്നറിയാം. പുറത്തേക്ക് പറയുമ്പോ വലിയ ശൈഖായിട്ട് വലിയ കമറായിട്ടൊക്കെ പറയുന്നേ ഉള്ളൂ. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് അറിയുന്ന ഒരുപാട് സ്വകാര്യതകളുണ്ട്. ഞാൻ ഇവിടെ ഒന്നേ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് കടമയില്ലേ? അള്ളാഹുവിന്റെ ദീനോട് നിങ്ങൾക്ക് കടമയില്ലേ? ഉള്ള സത്യം നിങ്ങൾക്കൊന്ന് തുറന്നു പറഞ്ഞുകൂടെ? കേരളത്തിൽ 10-25 കൊല്ലമായിട്ട് എപി എന്ന ഒരു മനുഷ്യൻ ചിലപ്പോൾ LDFന്റെ കൂടെ, ചിലപ്പോൾ UDFന്റെ കൂടെ, ഇനി നരേന്ദ്രമോദിയുടെ കൂടെ ഓരോ ആളുകൾക്കൊപ്പം ഇങ്ങനെ നിന്നിങ്ങനെ മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരിൽ ചില സാധുക്കളാകുന്ന കുട്ടികൾ ഇയാൾ വലിയ ആളാണ് എന്ന് വിചാരിച്ച് ബാഫഖി തങ്ങൾ തുടങ്ങിക്കൊടുത്ത മദ്രസക്ക് വരെ തീയിടാൻ പോകുന്നുണ്ട്.
ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മഹല്ലുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ AP എന്നൊരു മനുഷ്യൻ നല്ല ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എത്രയോ സാധുക്കൾ അദ്ദേഹത്തിന് വേണ്ടി നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. കണ്ണിയത്ത് ഉസ്താദിനെ, ശംസുൽ ഉലമാഇ തങ്ങളെ, പാണക്കാട് സാദാത്തുക്കളെ ഈ കുട്ടികൾ തെറ്റിദ്ധരിച്ചു പോയതാ. അതേ സമയത്ത് പൊന്മള, നിങ്ങൾക്ക് ബോധ്യമായതൊന്ന് തുറന്നു പറയോ? നിങ്ങൾക്കും പരലോകത്തേക്ക് പോകണ്ടേ? നിങ്ങൾക്കും ആഖിറത്തിൽ രക്ഷപ്പെടണ്ടേ? നിങ്ങൾക്കും എനിക്കും ഒന്നിച്ചു ബോധ്യമായ ഒരുപാട് സത്യങ്ങളില്ലേ? അതെങ്കിലും തുറന്നു പറഞ്ഞു കൊടുത്തൂടെ നമുക്ക്? ഓരോ വിഷയത്തിലും എന്തിനാണ് ഈ വഞ്ചന നിങ്ങൾ നടത്തുന്നത്? ഈ ഒരു കാപ്പട്യം എന്തിനാണ് നടത്തുന്നത്? ദീന്റെ പേരിൽ ഇത് വേണോ? അതുകൊണ്ട് ഇവിടെ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇവിടെ വലിയ വ്യാജമായ ചില വാർത്തകൾ അവർ പരത്തി എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ പ്രചണ്ഡമായ പ്രചാരങ്ങൾ നടത്തി. ഷഹർ മുബാറക് മസ്ജിദ് എന്ന് പറഞ്ഞു, തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞു, 1000 രൂപ നൽകാൻ ഫ്ലക്സുകൾ വെച്ചു. അതുപോലെ സിറാജ് പത്രത്തിൽ പരസ്യം നൽകി, അതുവേണ്ട എല്ലാ വ്യാപകമായ പ്രവർത്തനങ്ങളും നടത്തി. ഇതൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ അതേക്കുറിച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. താൽക്കാലികമായി നിങ്ങളെ പ്രവർത്തകന്മാരെ പിടിച്ചു നിർത്താൻ പൂനൂരും അതുപോലെ കോഴിക്കോട്ടും 1-2 സ്ഥലത്ത് സമ്മേളനം നടത്തിയിട്ട് നിങ്ങളെ നേതാവിനെ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ ചില ആളുകളൊക്കെ പുകഴ്ത്തിയിട്ടുണ്ട് എന്ന ക്ലിപ്പും കാട്ടിക്കൊടുത്ത് തക്ബീർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി പിരിച്ചിടുന്നതിന് പകരം ഈ വിഷയത്തിൽ ഒരു തീരുമാനം നമുക്ക് പറയാൻ കഴിയണം. അതൊരു മുടിയല്ലേ എന്ന് വിചാരിച്ച് നിസ്സാരമായി കാണരുത്. എന്റെ മുടിയെ പറ്റിയാണെങ്കിൽ നീ അത് ചർച്ചയല്ലായിരുന്നു. അതല്ലെങ്കിൽ മറ്റൊരു സാധാരണക്കാരന്റെ മുടിയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസിൽ നിന്ന് വന്ന മുടിയാണ് എന്ന പേരിലാണ് ഈ കള്ളം പറയാൻ നിങ്ങൾ പണ്ഡിതന്മാർ ഒന്നിച്ചിരിക്കുന്നത്. ഇതിലാണ് വേദന. എന്തെല്ലാം അബദ്ധങ്ങൾ അതിന്റെ പേരിൽ വന്നുകൂടിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സ് വേദനിക്കുകയാ, കണ്ണ് നിറഞ്ഞു പോകാൻ. AP ഒരു മുടി കൊണ്ടുവന്നിട്ട് എനിക്കിത് തന്ന ആള് നബിയുടേതാണെന്നാ പറഞ്ഞത്, എനിക്കറിയില്ല എന്നൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകൂലല്ലോ. പക്ഷേ ആ കൊടുത്ത ആൾ പറഞ്ഞതിനേക്കാൾ വലിയ ശബ്ദത്തിൽ AP പറഞ്ഞു, ഇത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. മറ്റൊരു ഘട്ടത്തിൽ AP പറഞ്ഞത് ഹജ്ജത്തുൽ വദാഇൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിൽ നിന്ന് മുടി വടിച്ചെടുത്തതിനു ശേഷം അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഇഖ്സിമുഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന മുടിയാണ് എന്ന് തന്നെ പറഞ്ഞു. ഒരിക്കൽ കോട്ടക്കൽ ഭാഗത്തൊരു സമ്മേളനത്തിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഓസുല്ലാഹ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിലൂടെ വരുന്ന വലിയ മഹാന്മാരാകുന്ന ആരിഫീങ്ങളുടെ പേര് വെച്ച് ഇവരെ കയ്യിലൂടെ ഇങ്ങനെ കടന്നു വന്നതാണ് എന്റെ കയ്യിലേക്ക് പച്ചക്കള്ളം. ഈ മനുഷ്യൻ പറഞ്ഞു, നഊദുബില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്റെ കയ്യിലുള്ള മുടി നബിയുടേതാണെന്ന് പറഞ്ഞ വലിയ തെറ്റ്. അതിന്റെ പുറമെ ഈ മുടി നബി തങ്ങളെ തലയിൽ നിന്ന് ഇത് അലിയാർ തങ്ങൾക്ക് കിട്ടി, ഇത് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടി, ഇത് പിന്നെ മുഹമ്മദ് ബാക്കിർ തങ്ങൾക്ക് കിട്ടി, ജഅഫർ സ്വാദിഖ് തങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ മശായിഖുമാരാകുന്ന ആളുകളെ പേരിൽ പച്ചക്കള്ളം. എന്തൊരു തോന്നിവാസാണിത്. നാളെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഈ പച്ചക്കള്ളം പറഞ്ഞു എന്ന് മാത്രമല്ല, അത് CD-യിലാക്കി കാസറ്റാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ AP നിങ്ങൾ വരുമ്പോ, APക്ക് വേണ്ടി മൗനം പാലിച്ചു നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ വരുമ്പോ എന്റെ പേരിൽ കളവ് പറഞ്ഞില്ലേ നബി തങ്ങളെ ചോദിക്കില്ലേ, അലി റളിയല്ലാഹു അൻഹു ചോദിക്കില്ലേ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിക്കില്ലേ, മുഹമ്മദ് ബാഖിർ റളിയല്ലാഹു അൻഹു ചോദിക്കില്ലേ, ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പരമ്പരയിലെ 40ഓളം വരുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കള് ഞങ്ങളെ കയ്യിലൂടെ നബിത്തങ്ങളെ മുടി വന്നിട്ട്, എടോ നിന്റെ കയ്യിൽ കിട്ടിയെന്ന് നീ കളവ് പറഞ്ഞില്ലേ എന്ന് നാളെ റബ്ബ് ചോദിക്കില്ലേ? ഈ കളവൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യന്മാര് മുഷാവറയാണ്, ജോയിന്റ് സെക്രട്ടറിയാണ്, മുഫ്തിയാണ് എന്ന് പറഞ്ഞ് ഇരുന്നു കൊടുത്തില്ലേ? ഇത് റബ്ബ് എന്ത് ചെയ്യും? നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ചവരാണോ? ഇസ്ലാമിക
നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിനോട് നിങ്ങൾക്ക് മഹബത്തുണ്ടോ? ലോകത്തോട് വിട പറയുമ്പോ കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലി പോകണമെന്ന ചിന്തയുണ്ടോ? ഈ കളവ് പറയുന്ന ഇടക്കിടക്ക് പറയും ഞാൻ സമസ്തിക വേണ്ടെങ്കിൽ ഞാൻ ഈ മനുഷ്യൻ അപ്പുറം മനുഷ്യൻ 1000 കൃത്യങ്ങൾ ചെയ്തതിനേക്കാൾ പാതകമാണ് ഈ മനുഷ്യൻ ചെയ്ത ഒരൊറ്റ കൃത്യം. അയ്യോ, ഇദ്ദേഹം ഇതിന്റെ ഉസൂലിൽ തൊട്ട് കളിക്കുക. ദീന് പൊളിക്കാൻ ബിദ്അത്തിന്റെ ആളുകൾ, ചാരന്മാർ, ഹംഫറിനെ പോലത്തെ കള്ളന്മാർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾ ഇതൊക്കെയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ഇത്ര അല്പം വിഷമത്തോടെ പറയേണ്ടി വന്നത്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. സമയം ദീർഘിച്ചു പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. നമുക്കൊരുപാട് കാര്യങ്ങൾ പറയേണ്ടത്, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. ഞാൻ എന്നെയാണ് ഉപദേശിക്കുന്നത്. നമ്മളൊക്കെ പാവങ്ങളാണ്, നമ്മളൊക്കെ പാപികളാണ്. ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചവരാണ്. SKSSFന്റെ പ്രവർത്തകന്മാർ, സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകന്മാർ, ഈ ശബ്ദം കേൾക്കുന്ന ഒരു സംഘടനയിൽ പെടാത്ത ആളുകൾ, മുഅ്മിനീങ്ങളാകുന്ന ആളുകളെ, നല്ലവരാകുന്ന മനുഷ്യന്മാരെ, ഇന്നത്തെ ദിവസം ഇവിടെ വെച്ച് റബ്ബിനോട് നമുക്ക് തൗബ ചെയ്യണം. ഇനി ഞാൻ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് റബ്ബിനോട് ഉറപ്പിച്ചു പറയണം. അല്ലാഹുവേ, ഞങ്ങളെ ദോഷങ്ങളൊക്കെ പൊറുത്തു തരണമെന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്ത് ഇനിയെങ്കിലും അല്ലാഹുവിനെ ദേഷ്യം പിടിപ്പിക്കാതെ, ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു പിഴവ് സംഭവിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. സംഘടനാപരമായിട്ടൊക്കെ അറിയാതെ ചെയ്തു പോയ ഒരുപാട് തെറ്റുകൾ ഇല്ലേ, നേതാക്കന്മാർ പറയുമ്പോൾ അവർക്കൊപ്പം നിന്നുകൊടുത്ത് AP വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധിച്ചോ, നബിയുടെ മുടിയാണ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ ഓരോ സമയത്തും ഓരോന്നുമായി വന്ന സമയത്തൊക്കെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമക്കെതിരിൽ വന്ന്, പിന്നെ പാണക്കാട് സാദാത്തുക്കൾക്ക് എതിരെ വന്ന് അവരെ ഖാദിസ്ഥാനത്ത് വരെ പലപ്പോഴും പല ഭാഗത്തും ചോദ്യം ചെയ്ത് അങ്ങനെയുള്ള ഒരുപാട് ദുൽമുകൾ ഈ കേരളത്തിലുണ്ടാക്കിയപ്പോ അതൊക്കെ സംഘടനാപരമായ നേതൃത്വത്തിന് ഒപ്പം നിന്നുകൊടുത്ത് സാധാരണക്കാർ ഒരുപാട് തെറ്റ് ചെയ്ത് ഞാനൊക്കെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട്. വേദന തോന്നാറുണ്ട്. ശംസുൽ ഉലമ ഉള്ള കാലം, കണ്ണിയത്ത് ഉസ്താദ് ഉള്ള ആ നല്ല കാലം, ആ മഹാന്മാർക്കതിൽ ഇവർ നടന്നപ്പോ അവരെ കൂടെ നിന്നുകൊടുത്തതിന്റെ ആ ഒരു വേദന, എന്റെ റബ്ബ് എന്നോട് പൊറുത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന ചിന്ത എനിക്ക് വരാറുണ്ട്. അള്ളാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാവട്ടെ, സ്വാലിഹീങ്ങളിലേക്ക് നമ്മെ ചേർക്കുമാറാവട്ടെ. എന്റെ SSFന്റെ പ്രവർത്തകന്മാരെ, പൊന്മള ഭാഗത്ത് ഒരുപാട് നല്ല മനുഷ്യന്മാർ, പക്ഷെ ഈ സാധുക്കളെ കണ്ട് അറിയാതെ അതും ഹക്കാൻ തോന്നിപ്പോയ ആളുകൾ, ചില ആളുകൾ അതുമല്ല ഇതുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമല്ല നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാർ ഇവിടെയുണ്ട്. അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളിൽ നിന്ന വഴിയിൽ നിൽക്കുക. ഒരിക്കലും സമ്പത്തിന്റെ കൂടെ പോകല്ല. തട്ടിപ്പുകൾ നമുക്ക് ഒരിക്കലും യോജിച്ചതല്ല. വഞ്ചന ഒരിക്കലും നമുക്ക് പാടുള്ളതല്ല. ബിസിനസ് ലോകത്തേക്ക് പണ്ഡിതന്മാര് ഇവിടെ ദീന്റെ മുഖം സ്വീകരിച്ച് കടന്നു വന്ന് പാവപ്പെട്ട ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അതിന് നേതൃത്വം നൽകുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കും അത് ലജ്ജയാണ് എന്ന് എനിക്കറിയാം. അതിലൊന്നും പെട്ടുപോകാതെ നിങ്ങൾ സാത്വികരായി പാവങ്ങളായി ജീവിക്കുന്ന മഹാനാകുന്ന കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള, ഈ മഹല്ലത്തിന്റെ മഹാനാകുന്ന ഖാദിയാകുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർക്കൊപ്പം നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് ശക്തി പകരുക. അർഹമുർറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ഈമാൻ സലാമത്തിലാവാൻ ദുആ ചെയ്യണം എന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു. അല്ലാഹുവിന്റെ ദീനു വേണ്ടി നമ്മുടെ പ്രവർത്തകന്മാർ സംഘടിപ്പിക്കുന്ന ഒരുപാട് നല്ല നല്ല പരിപാടികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 2-ാം തീയതി മലപ്പുറത്ത് നടക്കുന്ന നമ്മുടെ ആദർശ സമ്മേളനം. അതൊരു വലിയ മുഖാമുഖമാണ്. 10,000 പങ്കെടുക്കുന്ന വലിയ സമ്മേളനമാണ്. അതുപോലെ 1-ാം തീയതിയും 2-ാം തീയതിയും ഇൻഷാ അല്ലാഹ് ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഉറൂസ് പരിപാടി നടക്കുന്നുണ്ട്. അതിലൊക്കെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊക്കെ സംബന്ധിക്കണം എന്നുകൂടി അറിയിച്ച് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.